ഗസയിൽ വെടിനിർത്തലിന്റെ ആദ്യഘട്ടം ഇന്ന് ഉച്ചതിരിഞ്ഞ് പ്രാബല്യത്തിൽ വന്നു. ഇസ്രായേൽ സേന പ്രത്യേക അതിർത്തിയിലേക്ക് പിന്മാറിയതോടെ ഫലസ്തീനികൾ വടക്കൻ ഗസയിലേക്ക് മടങ്ങിത്തുടങ്ങി. ഹമാസ് കരാർ ലംഘിച്ചാൽ യുദ്ധത്തിലേക്ക് മടങ്ങുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഭീഷണി മുഴക്കി. ബന്ദിമോചനം തിങ്കളാഴ്ച നടക്കും. സഹായ വിതരണം ഞായറാഴ്ച ആരംഭിക്കുമെന്ന് UN അറിയിച്ചു. ഗസ സിറ്റിയിൽ നിന്ന് 58 മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെടുത്തു. യുദ്ധത്തിൽ 20,000 സൈനികർക്ക് പരിക്കേറ്റതായി ഇസ്രായേൽ വ്യക്തമാക്കി. ഗസയിൽ വെടിനിർത്തലിന്റെ ആദ്യഘട്ടം പ്രാബല്യത്തിൽ വന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇസ്രായേൽ സേന ഇപ്പോൾ അതിർത്തിയിലേക്ക് പിന്മാറുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്ക് നേരത്തെ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. നിരവധി ആളുകൾ, ഫലസ്തീനുകാർ ഗസയിലേക്ക് മടങ്ങിയെത്തി തുടങ്ങിയിട്ടുണ്ട്. കുടുംബങ്ങളായി അവർ വടക്കൻ ഗസയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. MC നാസർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നാസർ, നമുക്കറിയാം 2 വർഷം നീണ്ടുനിന്ന രക്തച്ചൊരിച്ചിലിന് ഒരു അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത്രയും നാളുകളായി നമ്മളെല്ലാവരും സമാധാനം ആഗ്രഹിക്കുന്ന ലോക ജനത കാത്തിരുന്ന ഒരു ദിവസത്തിലേക്ക് അടുത്തിരിക്കുന്നു. ഇസ്രായേൽ സേന പൂർണ്ണമായും എന്നത്തേക്ക് പിന്മാറുമെന്നാണ് കരുതുന്നത്. ഇപ്പോൾ ആദ്യഘട്ടം നിലവിൽ വന്നു എന്നാണല്ലോ ഇസ്രായേൽ ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ സമയം ഇന്ന് ഉച്ചയ്ക്ക് 2:30 വെടിനിർത്തലിന്റെ ആദ്യഘട്ടം പ്രാബല്യത്തിൽ വന്നത്. കാരണം ഇന്നലെ രാത്രിയൊക്കെ വലിയ അനിശ്ചിതത്വം നിലനിന്നിരുന്നു. കാരണം ആക്രമണം നിർത്താൻ ഇസ്രായേലിന് താല്പര്യമില്ല എന്നൊരു സൂചനകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ തിരക്കിട്ട ചില കൂടിയാലോചനകൾ മധ്യസ്ഥ രാജ്യങ്ങളും അമേരിക്കയും നടത്തി. അതിനെ തുടർന്നാണ് ഒടുവിൽ ഇന്ന് വെളുപ്പിന് ഇസ്രായേൽ മന്ത്രിസഭ ഔദ്യോഗികമായി തന്നെ ഈ വെടിനിർത്തൽ കരാർ അംഗീകരിച്ചതായിട്ടുള്ള പ്രഖ്യാപനം നടത്തിയത്. പിന്നെയും നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾ ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ അരങ്ങേറി. ഇപ്പോൾ ഏറ്റവും അവസാനം നമുക്ക് ലഭ്യമാവുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 138ഓളം മൃതദേഹങ്ങളാണ് ഇപ്പോൾ ഗസ സിറ്റിയിൽ നിന്നും മറ്റുമായിട്ട് ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്നത്. ഇനിയും മൃതദേഹങ്ങൾക്കായിട്ടുള്ള തെരച്ചിൽ തുടരുകയാണ്. കാരണം പിന്നിട്ട ദിവസങ്ങളിലൊക്കെ ഈ വെടിനിർത്തലിന്റെ തിരക്കിട്ട ചർച്ചകൾ കൈറോയിൽ നടക്കുന്ന ഘട്ടങ്ങളിൽ പോലും വ്യാപകമായിട്ടുള്ള വംശഹത്യ നടത്തി തങ്ങളുടെ ഈർഷ്യ തീർക്കാനുള്ള ഒരു നീക്കത്തിലായിരുന്നു ഇസ്രായേൽ സേന ഏർപ്പെട്ടത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിരന്തരമായിട്ട് മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. എന്തായാലും ഈ ആദ്യഘട്ടം വളരെ സുഗമമായി തന്നെ മുന്നോട്ട് പോകുമെന്ന പ്രതികരണങ്ങളും പ്രതീക്ഷയുമാണ് പൊതുവെ രൂപപ്പെട്ടിരിക്കുന്നത്. ഞായറാഴ്ച വൈകിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇസ്രായേലിലെത്തും. തിങ്കളാഴ്ച കാലത്തായിരിക്കും ഈ ബന്ദികളുടെ കൈമാറ്റം നടക്കുക. നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ 20 ജീവനോടെയുള്ള ബന്ദികളെയും ഒരുമിച്ച് തന്നെ കൈമാറാനാണ് തീരുമാനം. ഇത് ഒരു പ്രദർശന സ്വഭാവത്തിലുള്ള ഒരു കൈമാറ്റം വേണ്ടതില്ല എന്ന് മധ്യസ്ഥ രാജ്യങ്ങൾ ഹമാസിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏത് സ്വഭാവത്തിലായിരിക്കും ഈ കൈമാറ്റം നടക്കുക എന്ന കാര്യത്തിൽ ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. ഇതിന് ആനുപാതികമായി തിങ്കളാഴ്ച തന്നെ ഏതാണ്ട് 2050ഓളം ഈ ഫലസ്തീൻ തടവുകാരെ വിട്ടയക്കും. പക്ഷെ അതിൽ 250 ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച ആളുകളെ ഫലസ്തീൻകാരെ വിടാനുള്ള ഒരു ധാരണയുണ്ട്. പക്ഷേ ഹമാസ് ആവശ്യപ്പെട്ട പല ഫലസ്തീൻ തടവുകാരെയും വിട്ടയക്കാൻ ഇസ്രായേൽ തയ്യാറാകുമോ എന്ന് സംബന്ധിച്ച ആശങ്ക ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. മർവാൻ ബർഗൂത്തി, അതോടൊപ്പം തന്നെ അഹമ്മദ് സാദത്ത്, ഹസൻ സലാമെ, അബ്ബാസ് അൽ സയ്യിദ് ഉൾപ്പെടെയുള്ള പ്രധാന തടവുകാരെ വിട്ടയക്കണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇത് പൂർണ്ണമായിട്ടും ഇസ്രായേൽ ഇപ്പോൾ അംഗീകരിക്കുമോ എന്ന കാര്യത്തിൽ ഒരു അവ്യക്തത തുടരുകയാണ്. അതോടൊപ്പം തന്നെ മരണപ്പെട്ട മൃതദേഹങ്ങൾ, പ്രത്യേകിച്ച് യഹിയ സിൻവാർ, മുഹമ്മദ് സിൻവാർ എന്നിവരുടെ മൃതദേഹങ്ങളും വിട്ടയക്കാൻ ഇസ്രായേൽ ചില എതിർപ്പുകൾ പ്രകടിപ്പിക്കുന്നതായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഗസയിലെ ജനങ്ങൾ, നമുക്കറിയാൻ സാധിക്കും, ഈ കനത്ത ഉപരോധം മൂലം മാസങ്ങളായി പട്ടിണിയും പരിവട്ടവുമായിട്ട് കഴിയുന്ന ആ ജനങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ വിപുലമായിട്ടുള്ള ഈ സേവനങ്ങളും അതോടൊപ്പം തന്നെ ഭക്ഷ്യ വെള്ളം ഉൾപ്പെടെയുള്ള മരുന്ന് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും. അതെ നാസർ, ഇന്നിപ്പോൾ കാണാൻ കഴിഞ്ഞതിൽ ഏറ്റവും സന്തോഷകരമായ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ഈ യുദ്ധം കാരണം സ്വന്തം നാട്ടിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്ന നിരവധി ആളുകൾ, കുടുംബങ്ങൾ വടക്കൻ ഗസയിലേക്ക് തിരിച്ചു വരുന്ന ആ ഒരു ദൃശ്യം തന്നെയാണ്. കാരണം എല്ലാവർക്കും സന്തോഷം നൽകുന്ന ദൃശ്യങ്ങളായിരുന്നു. വളരെ ആഹ്ലാദത്തോടെ, സന്തോഷത്തോടെ യുദ്ധം അവസാനിച്ചല്ലോ, പിറന്ന മണ്ണിലേക്ക് തിരികെ പോകാമല്ലോ എന്നുള്ളൊരു ഒരു പ്രതീക്ഷയിൽ അവർ തിരിച്ച് വരികയാണ്. ഇവർക്കുള്ള സഹായ വിതരണം അത് ഏത് രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്? നമുക്കറിയാം, വലിയ തരത്തിൽ ഉപരോധം നടന്നൊരു സ്ഥലമാണ്. നിരവധി ഈ കുവൈത്ത്, അതുപോലെ തന്നെ ഖത്തർ, അറബ് രാഷ്ട്രങ്ങളൊക്കെ നൽകിയ ഈ അവശ്യ വസ്തുക്കൾ ഉൾപ്പെടെ അതിർത്തിയിൽ കെട്ടിക്കിടക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ അവരിലേക്ക് എത്തിക്കേണ്ടതുണ്ടല്ലോ.
തീർച്ചയായിട്ടും അമൃത, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം അത് തന്നെയാണ്. നേരത്തെ അമൃത സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഒരുപക്ഷെ ലോകത്തിന്റെ നോവായിട്ടും പ്രതീക്ഷയായിട്ടും ഗസയിലുള്ള ആ ചിത്രങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പതിനായിരക്കണക്കിന് മനുഷ്യർ, ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഈ തെക്കൻ ഗസയിലെ അൽമവാസി ഉൾപ്പെടെയുള്ള ഒരു ചെറിയൊരു പ്രദേശത്തേക്ക് അവരെ പുറന്തള്ളിയിരുന്നത്. അവിടെ ഒരു താൽക്കാലിക ടെന്റുകൾ പോലും ഇല്ലാതെ നരകതുല്യമായിട്ടുള്ള ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അവർക്ക് ഭക്ഷണമില്ല, വെള്ളമില്ല, അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തൊരവസ്ഥയിൽ ഒരു ജനതയോട് ചെയ്യാവുന്നതിന്റെ ക്രൂരതയുടെ ഏറ്റവും പാരമ്യത്തിലായിരുന്നു പിന്നിട്ട ദിവസങ്ങളിലൊക്കെ നടന്നത്. എന്നിട്ട് ഇന്ന് ഒടുവിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു എന്ന് ഇസ്രായേൽ അറിയിച്ചതിനെ തുടർന്നാണ് ഈ ജനങ്ങൾ കാൽനടയായി, അതും വളരെ പ്രായമുള്ള മനുഷ്യരുൾപ്പെടെ വേദനിക്കുന്ന കാലടിപ്പാടുകളുമായിട്ട് അവർ തങ്ങളുടെ ജന്മഗേഹങ്ങളിലേക്ക്, അവിടെ പല കെട്ടിടങ്ങളും പൂർണ്ണമായി തന്നെ തകർക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ അവരുടേതായി എന്ന് പറയാൻ ഒന്നും തന്നെ ഇല്ല. എങ്കിൽ പോലും ആ ജനത തങ്ങളുടെ പിറന്നു വീണ മണ്ണിലേക്ക്, അവിടെ നഷ്ടപ്പെട്ട തങ്ങളുടെ വസതി നിലനിൽക്കുന്ന കേന്ദ്രങ്ങളിലേക്ക് ദയനീയമായ രൂപത്തിലാണെങ്കിൽ പോലും ഇച്ഛാശക്തിയോടുകൂടി പൊരുതി വിജയിച്ച ഒരു മനുഷ്യരുടെ ഒരു നിലയ്ക്കാത്ത പ്രയാണമായിരുന്നു ഇന്ന് ഉച്ചതിരിഞ്ഞ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ രാത്രിയിലും ആ പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം കിലോമീറ്ററുകളാണ് അവർ കാൽനടയായി വലിയ ഒരു ജനസഞ്ചയം തന്നെ സഞ്ചരിക്കാൻ വാഹനങ്ങളോ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളോ ഇന്ധനമോ ഇല്ലാത്ത ഒരവസ്ഥയിൽ പോലും ഈ മനുഷ്യർ തങ്ങളുടെ മണ്ണിനോടും തങ്ങളുടെ പ്രിയപ്പെട്ട ദേശത്തോടും പുലർത്തുന്ന അദമ്യമായിട്ടുള്ള ഒരു അനുരാഗ വായ്പ് അത് തന്നെയാണ് ആ മുഖങ്ങളിലൊക്കെയും പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്. ഇനി അവർക്കുള്ള ഭക്ഷ്യവസ്തുക്കളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പാക്കാനുള്ള നീക്കം അതിപ്പോൾ UN-ന്റെ മേൽനോട്ടത്തിലാണ് അത് നടക്കുക. അതോടൊപ്പം തന്നെ റെഡ് ക്രസന്റും നിരവധി സന്നദ്ധ സംഘടനകളും അതിന് തയ്യാറായി റഫ അതിർത്തിയിൽ ഇപ്പോൾ കാത്തുകെട്ടി നിൽക്കുകയാണ്. നിത്യം ഒരു 600 ട്രക്കുകളെങ്കിലും എത്തിക്കണം എന്നാണ് കരാറിലെ വ്യവസ്ഥ. പക്ഷേ ഇപ്പോൾ ഏറ്റവും അവസാനം വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 400 ട്രക്കുകൾ മാത്രമേ ആദ്യഘട്ടത്തിൽ അനുവദിക്കാൻ സാധിക്കൂ എന്ന് ഇസ്രായേൽ നിർബന്ധം പിടിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ മധ്യസ്ഥ രാജ്യങ്ങൾ ഇടപെട്ടുകൊണ്ട്, കാരണം ഒരു മുടക്കവുമില്ലാതെ, ഒരു തടസ്സവുമില്ലാതെ ഈ ഭക്ഷ്യവസ്തുക്കളും മറ്റ് സൗകര്യങ്ങളും ഈ ജനതയ്ക്ക് ലഭ്യമാക്കണമെന്ന് വൻശക്തി രാജ്യങ്ങളൊക്കെയും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിനെ ഇസ്രായേലിന് ഏതെങ്കിലും അർത്ഥത്തിൽ അത് തടയുന്നത് നിലവിലുള്ള ഈ കരാറിന് ദോഷം ചെയ്യുമെന്നതുകൊണ്ട് തന്നെ അമേരിക്കൻ ഭരണകൂടവും വളരെ ഇക്കാര്യത്തിൽ താല്പര്യമെടുക്കുമെന്ന ഒരു വിലയിരുത്തലാണ് പൊതുവേ ഉള്ളത്. എന്തായാലും ഞായറാഴ്ച രാവിലെയോടുകൂടി ഈ ഭക്ഷ്യവിതരണം ആരംഭിക്കും. ഏറ്റവും പരമാവധി ജനങ്ങൾക്ക് ഈ കാര്യങ്ങൾ ലഭ്യമാക്കാനുള്ള തിരക്കിട്ട ആസൂത്രിതമായിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നതായിട്ടാണ് UN ഏജൻസികൾ വ്യക്തമാക്കുന്നത്. റെഡ് ക്രോസ്, റെഡ് ക്രസന്റ് ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകൾ ശരി. MC നാസറാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്. ഫലസ്തീൻ ജനതയോടുള്ള കടമകൾ നിറവേറ്റുന്നതിന് എല്ലാ ശ്രമവും നടത്തുമെന്ന് ഖത്തർ പ്രധാനമന്ത്രി. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന ശേഷം എക്സ്പോസ്റ്റിലാണ് പ്രധാനമന്ത്രി രാജ്യത്തിന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഗസയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പാരീസിൽ ചേർന്ന മന്ത്രിതല യോഗത്തിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു. ഗസ വെടിനിർത്തലിന് ട്രംപ് നടത്തിയ ശ്രമങ്ങളെയും അന്താരാഷ്ട്ര മധ്യസ്ഥരെയും അഭിനന്ദിച്ച് ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയം. US സമാധാന പദ്ധതിയുടെ ആദ്യഘട്ട കരാറിനെ ബഹ്റൈൻ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. കരാറിലെ വ്യവസ്ഥകൾ പാലിക്കാനും അത് പൂർണ്ണമായി നടപ്പാക്കാനും ബന്ധപ്പെട്ട എല്ലാ കക്ഷികളോടും ബഹ്റൈൻ ആവശ്യപ്പെട്ടു. മറ്റു വാർത്തകൾ നോക്കിയാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് സന്ദർശനം അനിശ്ചിതത്വത്തിൽ. കേന്ദ്രത്തിന്റെ അനുമതി ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈ മാസം 16 മുതലാണ് ഗൾഫ് സന്ദർശനം നിശ്ചയിച്ചിരിക്കുന്നത്. സൗദി, ബഹ്റൈൻ, ഒമാൻ, കുവൈത്ത് രാജ്യങ്ങളാണ് മുഖ്യമന്ത്രി സന്ദർശിക്കുക. അനുമതി കിട്ടുമെന്നാണ് പ്രതീക്ഷ എന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് VP സഫാൻ വിവരങ്ങൾ നൽകും. ഈ മാസം 16 മുതൽ നവംബർ 9 വരെയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടനം തീരുമാനിച്ചിരുന്നത്. 16-ന് ബഹ്റൈൻ, 17 മുതൽ 19 വരെ സൗദിയിലെ വിവിധ നഗരങ്ങൾ, 24-നും 25-നും മസ്കറ്റ്, 30-ന് ഖത്തർ, നവംബർ 7-ന് കുവൈറ്റ്, 9-ന് അബുദാബി എന്നിവിടങ്ങളിലായിരുന്നു സന്ദർശനം തീരുമാനിച്ചിരുന്നത്. ഇതിന് വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് അനുമതി തേടുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ അനുമതിയാണ് നിഷേധിച്ചിരിക്കുന്നത്. ഇന്ന് ഡൽഹിയിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഇതു സംബന്ധിച്ചുള്ള ചോദ്യത്തിന് ശക്തമായ ഒരു രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിരുന്നില്ല. അനുമതി ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ എന്നുള്ള ഒരു മറുപടിയാണ് വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ വിവാദം കൂടി ആകാൻ സാധ്യതയുള്ള വിഷയത്തിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചത്. ഇനി എന്തുകൊണ്ട് അനുമതി നൽകുന്നില്ല എന്നുള്ള കാര്യത്തിൽ അവർ തന്നെ മറുപടി പറയട്ടെ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എപ്പോഴും നമ്മൾ ശുഭപ്രതീക്ഷയല്ലേ വെക്കേണ്ടത്.
ഞാൻ ഗൾഫ് രാജ്യങ്ങളിൽ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ശരിയാണ്. അനുമതി കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഡൽഹിയിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിൽ ഇത് സംബന്ധിച്ച് വിയോജിപ്പ് രേഖപ്പെടുത്തിയോ എന്ന ചോദ്യത്തിന് നിവേദനമായി നൽകിയിട്ടില്ല എന്ന ഒറ്റവരി മറുപടി തന്നെയാണ് മുഖ്യമന്ത്രി നൽകുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് വരും ദിവസങ്ങളിൽ ഈ യാത്രക്കുള്ള അനുമതി സംസ്ഥാന സർക്കാർ ശ്രമിക്കുമെന്ന് തന്നെയാണ്. അതിനുശേഷം ഒരു രാഷ്ട്രീയ വിമർശനത്തിലേക്ക് കടന്നാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും. ഏതായാലും അനുമതി ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് മുഖ്യമന്ത്രിയും പങ്കുവയ്ക്കുന്നത്. വിവരങ്ങളാണ് VP സഫാൻ നൽകിയത്. റിയാദിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭൂമി വിൽപ്പനയ്ക്കും വാങ്ങലിനുമുള്ള നിയന്ത്രണം നീക്കി. നേരത്തെ പ്രഖ്യാപിച്ച വാടക നിരോധന ഉത്തരവിന് പിന്നാലെയാണ് ഈ പുതിയ തീരുമാനം. നിരോധനം നീക്കിയതോടെ ഭൂമി വിൽപ്പനയ്ക്കും കെട്ടിട നിർമ്മാണത്തിനും വഴിയൊരുങ്ങും. ഇത് വാടക കുറയ്ക്കാൻ സഹായകരമാകുമെന്നാണ് വിലയിരുത്തൽ. റിയാദിന് പടിഞ്ഞാറുള്ള 33.24 ചതുരശ്ര കിലോമീറ്റർ ഭൂമിയിൽ ഇടപാടുകൾ നടത്തുന്നതിനുള്ള വിലക്കാണ് നീക്കിയത്. റോയൽ കമ്മീഷന്റേതാണ് തീരുമാനം. ഇതോടെ പ്രദേശത്തെ ഭൂവുടമകൾക്കും സ്വത്തുടമകൾക്കും ഭൂമി വാങ്ങൽ, വിൽക്കൽ, കെട്ടിട പെർമിറ്റുകൾ നേടൽ തുടങ്ങിയവർക്ക് അവകാശം ലഭിക്കും. വാദി ഹനീഫ പ്രദേശത്തിനും അതിന്റെ പോഷക നദികൾക്കുമുള്ള നഗര കോഡ് അനുസരിച്ചാണ് ഇടപാടുകൾ സാധ്യമാകുക. റിയാദിൽ വരാനിരിക്കുന്ന വികസന നടപടികളുടെ ഭാഗമായാണ് വിലക്ക് പിൻവലിക്കാനുള്ള തീരുമാനം. ഇത് വാടക കുറക്കാൻ സഹായകരമാകുമെന്നാണ് വിലയിരുത്തൽ. നിലവിൽ റിയാദിൽ 5 വർഷത്തേക്ക് വാടക നിരക്ക് വർധന നിരോധിച്ചിട്ടുണ്ട്. വരും കാലങ്ങളിൽ സൗദിയിലുടനീളം നിയന്ത്രണം നടപ്പാക്കാനാണ് പദ്ധതി. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. മറ്റു ചില പ്രധാനപ്പെട്ട വാർത്തകൾ ഒറ്റനോട്ടത്തിൽ പരിശോധിച്ചാൽ UAE-യിലെ സാമ്പത്തിക സ്ഥാപനങ്ങളിൽ സുതാര്യമാക്കുന്നതിന് പ്രഖ്യാപിച്ച പുതിയ നിയമത്തിന്റെ വിശദാംശങ്ങൾ അറിയാനുണ്ട്. അതിൽ ദുബൈയിൽ നിന്ന് ഷിനോജ് ഷംസുദ്ദീൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. ഒപ്പം ഏവരും കാത്തിരുന്ന റിയാദ് സീസൺ ഇന്ന് തുടങ്ങിയിരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട്. ആഫ്താബ് ചേരുന്നുണ്ടാകും. ഏതായാലും നമുക്ക് ആദ്യം ഷിനോജിലേക്ക് തന്നെ പോകാം. ഷിനോജ്, നമുക്കറിയാം ഈ UAE സെൻട്രൽ ബാങ്ക്, ധനമിടപാട് സ്ഥാപനങ്ങൾ, അതുപോലെ ഇൻഷുറൻസ് കമ്പനികൾ, ഇതിന്റെയൊക്കെ പ്രവർത്തനം കൂടുതൽ സുതാര്യമാക്കുന്നതിനാണ് ഇപ്പോൾ പുതിയ നിയമമൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്താണ് ഈ ഒരു നിയമം എന്ന് പറയുന്നത്? സാധാരണക്കാർക്ക്, ജനങ്ങൾക്ക് അറിയേണ്ടിയിരിക്കുന്നു. ഇതിന്റെ എന്ത് ലക്ഷ്യമാണ് അധികൃതർ മുന്നോട്ട് വെക്കുന്നത് ഇതിലൂടെ? UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാനാണ് ഇത്തരമൊരു ഉത്തരവ് സെൻട്രൽ ബാങ്കിനായിട്ട് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇതിൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ എല്ലാ സെൻട്രൽ ബാങ്ക് ലൈസൻസ് നൽകിയ എല്ലാ ധനകാര്യ സ്ഥാപനങ്ങൾക്കും പൊതുജനങ്ങളുമായി ആക്സസ് ഉണ്ടാകണം എന്നുള്ളതാണ്. അത് ഉപയോഗിക്കാൻ കഴിയണം. പൊതുജനങ്ങൾക്ക് ഓൺലൈനായും അല്ലെങ്കിൽ സ്ഥാപനത്തിലേക്ക് എത്തി ഇടപാട് നടത്താനുമായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാകണം എന്നുള്ളതാണ് പ്രധാന നിർദ്ദേശം. അതേപോലെ തന്നെ ഈ ധനവിനിമയ സ്ഥാപനങ്ങൾ ഏതെങ്കിലും തരത്തിൽ വീഴ്ചകൾ വരുത്തിയാൽ അതിനുള്ള പിഴ 10 മടങ്ങായി വർദ്ധിപ്പിക്കാൻ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പിന്നീട് മറ്റ് സാമ്പത്തിക തർക്കങ്ങളിൽ പരിഹാരം കണ്ടെത്തുന്നതിന് ഒരു സനതക് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തിൽ 1 ലക്ഷത്തിന് താഴെയുള്ള എല്ലാ തർക്കങ്ങളും അതിന് കീഴിൽ, ഈ പ്രത്യേക സംവിധാനത്തിന് കീഴിലായിരിക്കും ഒത്തുതീർപ്പാക്കുക. അതിന് 1 ലക്ഷത്തിന് മേലെയുള്ള കേസുകൾ പരിഹരിക്കുന്നതിനും അതിൽ ഒരു തീരുമാനം ഉണ്ടാക്കുന്നതിനും ഒരു ജുഡീഷ്യൽ സമിതിയെയും നിയോഗിച്ചിട്ടുണ്ട്. അമൃത. ശരി. UAE സെൻട്രൽ ബാങ്ക്, ധനമിടപാട് സ്ഥാപനം, അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനികൾ എന്നിവയുടെയൊക്കെ പ്രവർത്തനം കൂടുതൽ സുതാര്യമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൊണ്ടാണ് ഇങ്ങനെ ഒരു പുതിയ നിയമം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. വിവരങ്ങളാണ് ഷിനോജ് ഷംസുദ്ദീൻ പങ്കുവച്ചത്. 2 കോടിയിലേറെ സന്ദർശകരെ പ്രതീക്ഷിക്കുന്ന റിയാദ് സീസൺ 9 ഇന്നിപ്പോൾ പ്രൗഢോജ്വല തുടക്കമായിരിക്കുകയാണ്. വിവിധ കലാപ്രകടനങ്ങളും അതുപോലെ തന്നെ വർണ്ണ കാഴ്ചകളാലും സമ്പന്നമായിരുന്നു ഉദ്ഘാടനം. ഇന്ന് സൗജന്യ പ്രവേശനമായിരുന്നതിനാൽ 10,000-ങ്ങളാണ് ഈ കാഴ്ചക്കാരായി എത്തിയത്. 15ഓളം സോണുകളിലായി റമദാൻ വരെ നീണ്ടു നിൽക്കുന്നതാണ് ഇവന്റുകൾ. നമുക്ക് ആഫ്താബിലേക്ക് വരുന്നതിന് മുമ്പ് ആ ദൃശ്യങ്ങളൊന്ന് കണ്ടിട്ട് വരാം.
ആഫ്താബ് റഹ്മാൻ വിവരങ്ങൾ നൽകും. ആഫ്താബ്, ഇവിടെയുള്ള എനിക്ക് ഈ റിയാദ് സീസൺ എന്ന് പറയുന്നത് കേട്ടുകേൾവി മാത്രമാണ്. എന്താണ് ആഫ്താബ് റിയാദ് സീസൺ? അവിടെ എന്തൊക്കെ പരിപാടികൾ ഉണ്ടാകും? എത്ര നാൾ ഇത് നീണ്ടു നിൽക്കും? ഇന്നത്തെ ഈ ഉദ്ഘാടന ചടങ്ങൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അമൃത, റിയാദ് സീസൺ എന്ന് പറയുന്നത് സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ വിനോദ പരിപാടിയാണ്. എന്ന് വെച്ചാൽ സൗദി അറേബ്യ നേരത്തെ നമുക്കറിയാവുന്നതുപോലെ തന്നെ അവിടെ പ്രധാനപ്പെട്ട വരുമാനമായി കണ്ടിരുന്നത് പെട്രോൾ അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ വഴിയുള്ള വരുമാനമാണ്. ഇതിൽ നിന്ന് മാറിക്കൊണ്ട് എണ്ണ ഇതര വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വിവിധ വിനോദ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയി നിൽക്കുന്ന പ്രോഗ്രാമാണ് റിയാദ് സീസൺ. അത് ഓരോ വർഷവും ഈ രീതിയിൽ തന്നെ ഒക്ടോബർ മാസത്തിലാണ് തുടങ്ങുക. ഇതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് സൗദി അറേബ്യയിൽ വേനൽ ചൂടിന് വിട പറഞ്ഞുകൊണ്ട് പുതിയ ഒരു തണുപ്പ് കാലത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ നല്ലൊരു കാലത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ സൂചന കൂടിയാണ്. കാലാവസ്ഥ ഒരു ബെറ്ററായ അവസ്ഥയിലേക്ക് മാറുന്നതിന്റെ സൂചന കൂടിയാണ് റിയാദ് സീസണിന്റെ തുടക്കം. റിയാദ് സീസണിൽ ഉണ്ടാവുക 30ഓളം സോണുകളിലായി 15 പ്രധാന സോണുകളുണ്ട്. അതിന് പുറമെ വൈവിധ്യമാർന്ന 30ഓളം സോണുകളിലായി ഏതാണ്ട് 2000-ലേറെ കലാകാരന്മാർ വ്യത്യസ്ത സോണുകളിലായി പങ്കെടുക്കുന്ന വിനോദ പരിപാടികളാണ്. അതിൽ ഫുട്ബോൾ ഉണ്ട്, ഒട്ടേറെ കായിക പരിപാടികളുണ്ട്, കലാവിരുന്നുകളുണ്ട്. കേരളത്തിൽ നിന്നും നിരവധി പാട്ടുകാരും കലാകാരന്മാരും നൃത്യങ്ങളുമായി കലാകാരികളും എല്ലാം തന്നെ സൗദി അറേബ്യയിലേക്ക് ഇതിന്റെ ഭാഗമായി എത്തും. ഒപ്പം ബോളിവുഡിൽ നിന്നടക്കം കഴിഞ്ഞ വർഷം സൽമാൻ ഖാൻ ഉൾപ്പെടെയുള്ള എത്തിയിരുന്നു. ഇത്തവണ ഷാറൂഖ് ഖാൻ, ആമിർ ഖാൻ ഉൾപ്പെടെയുള്ള കലാകാരന്മാരും ഇത്തവണ എത്തുന്നുണ്ട്. എന്ന് വെച്ചാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലോ വൈവിധ്യമാർന്ന സംസ്കാരങ്ങളെ അതിനെ ഒരൊറ്റ വേദിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് റിയാദ് സീസണിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. റിയാദ് സീസണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് സാമ്പത്തികമായ സൗദി അറേബ്യക്ക് നൽകുന്ന പങ്കാണ്. സമാനമായ രീതിയിൽ തന്നെ തൊട്ടു പിന്നാലെ ജിദ്ദ സീസൺ വരും. ഒപ്പം തന്നെ കിഴക്കൻ പ്രവിശ്യയിൽ പുതിയ പരിപാടികൾ വരുന്നു. ഈ തരത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തണുപ്പുകാലം ഉദ്ദേശിച്ചുകൊണ്ട് വൈവിധ്യമാർന്ന പരിപാടികൾ വരിക എന്നുള്ളതാണ് റിയാദ് സീസൺ തുടക്കത്തിലൂടെ ഉദ്ദേശമാക്കുന്നത്. മാത്രവുമല്ല, ഇനി വരുന്ന ഓരോ ദിനങ്ങളിലും ഓരോ സോണുകളിലായി വിവിധ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യ ഉൾപ്പെടെ 14ഓളം രാജ്യങ്ങൾക്ക് ഇത്തവണത്തെ പ്രത്യേകത പറയുന്നത് മറ്റൊന്ന് ഫലസ്തീൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ കലാവിരുന്നുകളും എത്തുന്നു എന്നുള്ളതാണ്. ഈ തരത്തിൽ വൈവിധ്യമാർന്ന പരിപാടികളുടെ ഒരു ഘോഷയാത്രയായിരിക്കും ഇനി റിയാദിനെ സംബന്ധിച്ച് വരാനിരിക്കുന്ന ദിനങ്ങൾ. അമൃത, ശരി. വാർത്തകളുടെ വിശദമായ വിവരങ്ങളാണ് ഷിനോജ് ഷംസുദ്ദീനും ആഫ്താബ് റഹ്മാനും നൽകിയത്. വാർത്താവിനിമയ സാംസ്കാരിക മേഖലകളിൽ കൂടുതൽ സഹകരണത്തിന് കുവൈത്തും സൗദിയും. ഇതിന്റെ ഭാഗമായി കുവൈത്ത് വാർത്താവിനിമയ സഹമന്ത്രി അബ്ദുൾ റഹ്മാൻ അൽ മുത്തൈരിയും സൗദി സാംസ്കാരിക മന്ത്രി പ്രിൻസ് ബദർ ബിൻ അബ്ദുള്ള അൽ സൗദും കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിനുള്ള സാധ്യതകളെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. GCC സാംസ്കാരിക മേഖലയെ പിന്തുണയ്ക്കേണ്ടതിന്റെയും പ്രാദേശിക അന്തർദേശീയ തലങ്ങളിൽ ഏകോപനം വർദ്ധിപ്പിക്കേണ്ടതിന്റെയും ആവശ്യകതയും ഇരുവരും ചൂണ്ടിക്കാട്ടി. ഉയർന്ന വരുമാനമുള്ളവരിൽ നിന്ന് വ്യക്തിഗത ആദായ നികുതി ചുമത്തുന്നത് 2028 ജനുവരി മുതൽ നടപ്പിലാക്കുമെന്ന് സ്ഥിരീകരിച്ച് ഒമാൻ. 42,000 റിയാലിൽ കൂടുതൽ വാർഷിക വരുമാനമുള്ളവരിൽ നിന്ന് 5% നികുതിയായിരിക്കും ഏർപ്പെടുത്തുക. ഒമാനി പൗരന്മാർക്കും സുൽത്താനേറ്റിൽ പ്രതിവർഷം 183 ദിവസമെങ്കിലും താമസിക്കുന്ന പ്രവാസികൾക്കും നികുതി ബാധകമാകും. മേഖലയിൽ വ്യക്തിഗത ആദായ നികുതി ഏർപ്പെടുത്തുന്ന ആദ്യത്തെ GCC രാജ്യമാകും ഒമാൻ. മനുഷ്യാവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിൽ GCC രാജ്യങ്ങൾ വലിയ മുന്നേറ്റം കൈവരിച്ചിട്ടുണ്ടെന്ന് കുവൈത്ത് വിദേശകാര്യ സഹമന്ത്രി. റിയാദിൽ നടന്ന GCC മനുഷ്യാവകാശ ചുമതലയുള്ള സർക്കാർ സ്ഥാപനങ്ങളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ഷേഖ് ജവഹർ ഇബ്രാഹിം അൽ ദുവൈജ്. 2023-25 മനുഷ്യാവകാശ തന്ത്രം നടപ്പാക്കുന്നതും അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തമാക്കുന്നതുമാണ് യോഗത്തിൽ ചർച്ചയായത്. വിദ്യാഭ്യാസം, ആരോഗ്യം, സ്ത്രീ ശാക്തീകരണം, യുവാക്കളുടെ പിന്തുണ, കുട്ടികളുടെ അവകാശ സംരക്ഷണം എന്നിവയിൽ ഗൾഫ് രാജ്യങ്ങൾ വ്യക്തമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. യുറാനസ് സ്റ്റാർ കുപ്പിവെള്ള ഇറക്കുമതിക്ക് അനുമതിയില്ലെന്ന് UAE കാലാവസ്ഥാ വ്യതിയാന പരിസ്ഥിതി മന്ത്രാലയം. ഇവരുടെ കുപ്പിവെള്ളമോ മറ്റുൽപ്പന്നങ്ങളോ UAE വിപണിയിലില്ലെന്നും മന്ത്രാലയം അറിയിച്ചു. ഇറാൻ ബ്രാൻഡായ കുപ്പിവെള്ളം കുടിച്ചതിനെ തുടർന്ന് ഒമാനിൽ 2 പേർ മരിച്ചിരുന്നു. പള്ളികൾക്കും സ്കൂളുകൾക്കും സമീപം പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടകൾക്ക് നിരോധനം ഏർപ്പെടുത്തി സൗദി അറേബ്യ. 500 മീറ്റർ പരിധിക്കുള്ളിലാണ് നിയന്ത്രണം. സിഗരറ്റ്, ഷീഷ, സിഗരറ്റ് തുടങ്ങിയവ വിൽക്കുന്ന സ്ഥാപനങ്ങൾക്കും നിരോധനം ബാധകമാകും. പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം. സ്വർണ്ണ നിറത്തിൽ ബഹ്റൈന്റെ പ്രവേശന കവാടത്തെ അലങ്കരിച്ചിരുന്ന ആ കലാസൃഷ്ടി ഇനിയില്ല.
സന്ദർശകർക്ക് വിസ്മയ കാഴ്ചയൊരുക്കി സ്വീകരിച്ചിരുന്ന അൽ മുർത്തൈഷ ടൂറിസം വകുപ്പ് നീക്കം ചെയ്തു. മനാമയിൽ നിന്ന് ആ കഥ പറയുകയാണ് ഷഫി ഷാജഹാൻ. സന്ധ്യമയങ്ങുമ്പോൾ മനാമയിലെ ബാബുൽ ബഹ്റൈന ഇനി പഴയ ഭംഗിയുണ്ടാകില്ല. ഒരു പതിറ്റാണ്ടോളം മനാമയിലെ ബാബുൽ ബഹ്റൈന്റെ അടയാളമായിരുന്ന അൽ മുർത്തൈഷ ടൂറിസം വകുപ്പ് അധികൃതർ എടുത്തുമാറ്റിയിരിക്കുകയാണ്. ബാബുൽ ബഹ്റൈൻ എന്നാൽ ബഹ്റൈന്റെ പ്രവേശന കവാടം എന്നാണ് അർത്ഥം. ബഹ്റൈന്റെ ഹൃദയമാണിവിടം. രാജ്യത്തേക്ക് കടന്നുവരുന്ന സന്ദർശകരെ സ്വീകരിക്കാനായി സ്വർണം പൂശിയ ലോഹച്ചങ്ങലകളാൽ തീർത്ത പ്രശസ്തമായൊരു കലാസൃഷ്ടി ഉണ്ടായിരുന്നു. അതാണ് അൽ മുർത്തൈഷ. ഏകദേശം 20,000-ലധികം ചെങ്ങലക്കണ്ണികൾ ചേർത്ത് വെച്ച് നിർമ്മിച്ചതാണിത്. 7 മീറ്ററോളം ഉയരം. ഒറ്റനോട്ടത്തിൽ സ്വർണ്ണ നാണയങ്ങൾ ഇങ്ങനെ നിരനിരയായി തൂക്കിയിട്ടതുപോലെ തോന്നും. ബഹ്റൈന്റെ തനതായ ആഭരണകലയുടെ കൂടി പ്രതീകമായിട്ടാണ് ഈ ഇൻസ്റ്റലേഷൻ അറിയപ്പെട്ടിരുന്നത്. എന്നാൽ മനാമ സൂക്കിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്ന് ഇനിയുണ്ടാകില്ല. സൂക്ക് വികസന പദ്ധതിയുടെ ഭാഗമായി ബഹ്റൈൻ ടൂറിസം വകുപ്പ് ബാബുൽ ബഹ്റൈന്റെ കവാടത്തിൽ സ്ഥാപിച്ചിരുന്ന അൽ മുർത്തൈഷ നീക്കം ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരുപാട് ടൂറിസ്റ്റുകാർ വന്നിട്ട് അവിടെ ഫോട്ടോയിൽ എടുക്കലുണ്ടായിരുന്നു. ഇത് ഒരുപാട് കാലം ഉണ്ടായതുകൊണ്ട് കസ്റ്റമർക്ക് ഒരു ആകർഷണമായിരുന്നു. ബാൽബറിന്റെ ഒരു മുദ്രയായിരുന്നു അത്. അതിപ്പോൾ എടുത്തു കഴിഞ്ഞത് ഇപ്പം ഒരു പഴയ ഇതിൽ ലുക്കില്ല. ചിലപ്പം അവർ പുതിയ വെക്കുമായിരിക്കും. അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ അറിയില്ല. അതൊക്കെ എടുത്ത ടൂറിസം വകുപ്പിന്റെ ഇതാണ്. മനാമ സൂക്കിന്റെ പ്രധാന ആകർഷണമായിരുന്ന അൽ മുർത്തൈഷ എടുത്തുമാറ്റിയതിൽ ഇവിടുത്തെ കച്ചവടക്കാർക്കും അല്പം പരിഭവമുണ്ട്. സ്ഥിരം കാഴ്ചയായിരുന്ന ആ സൂക്കിന്റെ മുഖം നഷ്ടപ്പെടുന്നതിനൊപ്പം ഇത് കാണാനായി സഞ്ചാരികൾ എത്തിയിരുന്നപ്പോഴുള്ള കച്ചവടത്തിൽ ഇനി കുറവ് സംഭവിക്കുമോ എന്ന ആശങ്കയും അവർ പങ്കുവെക്കുന്നുണ്ട്. ഇത് നമ്മുടെ ബാബുൽ ബഹ്റൈനാണിത്. ഇവിടെ ബഹ്റൈനിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഈ വിദേശികളൊക്കെ വരുമ്പോൾ നല്ല അട്രാക്ഷനായിട്ട് ഇവിടെ വരികയും സന്ദർശിക്കുകയും ഇവിടുന്ന് കോഫിയൊക്കെ കുടിച്ച് പോകുന്നൊരു ഏരിയ ആണിത്. അപ്പം ഇവിടെ 5-10 വർഷത്തോളമായിട്ട് ഇവിടെ ഉണ്ട് ഒരു തോരണുണ്ടായിരുന്നു. ഇപ്പം നിലവിലിപ്പോൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ടൂറിസം വകുപ്പാണ് എടുത്ത് മാറ്റിയത്. ഈ ബഹ്റൈൻ്റെ ശരിക്കും ഒരു അട്രാക്റ്റീവ് ഉള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഒരു സ്ഥലമാണ്. ഈ ബാബുൽ ബഹ്റൈൻ ഏരിയയാണ് മൊത്തം. അതുപോലെ കച്ചവടത്തിൻ്റെ ഒരു ഏരിയ കൂടി ഇതാണ്. ഇത് ബാബുൽ ബഹ്റൈൻ്റെ ഒരു മുഖച്ഛായായിരുന്നു അത്. ആ സാധനം അത് ഇവിടുന്ന് റിമൂവ് ചെയ്ത് പോയപ്പോഴത്തേക്ക് നമ്മളേതോ ഇല്ല കാണാനും ടൂറിസം പ്രത്യേകിച്ചും ടൂറിസത്തിന് നല്ലൊരു അട്രാക്ഷൻ ആയിരുന്നത്. ടൂറിസം ആൾക്കാരെല്ലാം ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഫോട്ടോയിലെടുത്ത് പോകുന്ന ഒരു സംഗതിയായിരുന്നു. അത് മാത്രമല്ല ബാബുൽ ബഹ്റൈൻ എന്ന് പറയുന്നത് ബഹ്റൈൻ്റെ പ്രധാനപ്പെട്ട ഒരു കവാടമാണ്. ഈ ടൂറിസ്റ്റ് വരുന്നത് ആദ്യം ബാബുൽ ബഹ്റൈനാണ്. ഇവിടെ ഈ ബാബുൽ ബഹ്റൈൻ എന്ന് പറഞ്ഞാൽ ബഹ്റൈൻ്റെ ഗേറ്റ് എന്നാണ് അതിനർത്ഥം. ബഹ്റൈൻ്റെ ഡോറാണ്. അപ്പം അവിടെ വന്നിട്ടാണ് പിന്നെ മാർക്കറ്റിനകത്ത് സൂക്കിനകത്തോട്ടെല്ലാം ആൾക്കാർ പോകുന്നത് കാണുന്നത്. അപ്പോൾ ഈ ട്രഡീഷണലുള്ള കാര്യങ്ങളും ട്രഡീഷണലുള്ള കൂടുതലും സംഗതികളെല്ലാം ഈ ബാബുൽ ബഹ്റൈനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് കൂടുതൽ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള കുറേ അട്രാക്ഷൻ ഉണ്ടായിരുന്നു. ഈ അട്രാക്ഷനൊക്കെ ഇപ്പോൾ റിമൂവ് ചെയ്തതിൽ ഒരു തീർച്ചയായിട്ടും ഒരു ടൂറിസത്തിന്റെ ഇതിൽ തന്നെ ഒരു കുറവാണ്. സൂക്കിന്റെ നവീകരണ വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതോടെ പ്രദേശം പുതിയ രൂപത്തിൽ സഞ്ചാരികൾക്കായി തുറന്നു നൽകും. പുതിയ കലാസൃഷ്ടികളും ചിത്രപ്പണികളും ഒക്കെ ഇവിടെ സ്ഥാനം പിടിച്ചേക്കും. എങ്കിലും മനാമയുടെ ഹൃദയത്തിൽ സ്വർണ്ണ നിറത്തിൽ ഇടം പിടിച്ച അൽ മുർത്തൈഷയുടെ വിടവ് അങ്ങനെ തന്നെ ഉണ്ടാകും. ഷഫി ഷാജഹാൻ, മീഡിയ 1, ബഹ്റൈൻ. ഷാർജയിൽ നടക്കുന്ന അന്താരാഷ്ട്ര വിദ്യാഭ്യാസ പ്രദർശനത്തിൽ ശ്രദ്ധേയ സാന്നിധ്യമാവുകയാണ് കേരളത്തിൽ നിന്നുള്ള ഒരു കലാലയം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ സ്റ്റഡി ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായാണ് മലപ്പുറത്തു നിന്നുള്ള ഈ കോളേജ് ഷാർജയിലെത്തിയത്. പല രാജ്യങ്ങളിൽ നിന്നുള്ള 85 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഈ പ്രദർശനത്തിൽ എത്തിയിട്ടുള്ളത്. ഇന്ത്യയുടെ സാന്നിധ്യം വളരെ ശക്തമാണ്. കാരണം ഒരു പ്രത്യേക പവലിയൻ ഉള്ളത് ഇന്ത്യക്കും അതേപോലെ തന്നെ മലേഷ്യയ്ക്കുമാണ്. അതിൽ കേരളത്തിൽ നിന്ന് എടുത്തു പറയാവുന്നത് മലപ്പുറം ജില്ലയിലെ സാഫി കോളേജാണ്. എന്താണ് ഈ പ്രദർശനത്തിൽ സാഫിയുടെ സാന്നിധ്യത്തിൻ്റെ പ്രത്യേകത? 20 വർഷമായി സാഫിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോളേജാണ്. സാഫിയെ സംബന്ധിച്ചിടത്തോളം ഡിമാൻഡ് വളരെയധികം ഉണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും കുട്ടികളോട് പഠിക്കുന്നുണ്ട്. UP-യിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും തമിഴ്നാട്ടിലൊക്കെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. കുറച്ചുകൂടെ ഒരു മിക്സഡ് ആയിട്ടുള്ള കൾച്ചർ വിദേശ രാജ്യങ്ങളിലുള്ള വിദ്യാർത്ഥികൾ പോലും നമ്മുടെ കോളേജിലേക്ക് വരണം എന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇവിടെ ഒരു എക്സ്പോ നടക്കുന്നതിൻ്റെ ഭാഗമായി കേരളത്തിൽ നിന്ന് നമ്മുടെ ഒരു കോളേജ് മാത്രം ആയി ഇതിൽ പങ്കെടുക്കുന്നത്. ഇതിപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ കീഴിലാണല്ലോ നിങ്ങളെല്ലാവരും എത്തിയിട്ടുള്ളത്. എങ്ങനെയായിരുന്നു അതിൻ്റെ തെരഞ്ഞെടുപ്പും ഇതൊക്കെ? ഇവിടേക്ക് ഇപ്പോൾ കേരളത്തിൽ നിന്ന് സാഫി മാത്രം എത്തുന്നത് എങ്ങനെയാണ്? സാഫിയിൽ സ്റ്റഡി ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പ്രോഗ്രാമിലെ പാർട്ട്നേഴ്സാണ് സാഫി. മറ്റ് IIM-കളും IIT-കളും അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റികളും ഒക്കെ ഇതിൽ അംഗങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റഡി ഇൻ ഇന്ത്യ പ്രോഗ്രാമിലെ പാർട്ട്നേഴ്സായി എന്നുള്ള നിലക്ക് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ ഇൻവിറ്റേഷൻ നമുക്ക് ലഭിക്കുകയും നമ്മൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്യാനുണ്ടായിട്ടുള്ളത്. ഇവിടെ എന്തെങ്കിലും പ്രത്യേക കോഴ്സുകൾ അല്ലെങ്കിൽ പ്രോഗ്രാമുകൾ നമ്മൾ പ്രത്യേകമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ടോ?
ഞങ്ങൾ 15 ഡിഗ്രി പ്രോഗ്രാമുകളും 7 PG പ്രോഗ്രാമുകളും 2 ITEP പ്രോഗ്രാമുകളും 2 PhD പ്രോഗ്രാമുകളാണുള്ളത്. ബയോടെക്നോളജി, മൈക്രോബയോളജി, ഫുഡ് ടെക്നോളജി, സൈക്കോളജി തുടങ്ങിയ വിഷയങ്ങൾക്കൊക്കെ ഡിഗ്രിയും PGയും ഓഫർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, BSc ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, BCA, കമ്പ്യൂട്ടർ സയൻസ്, മൾട്ടിമീഡിയ പോലെയുള്ള കോഴ്സുകളുണ്ട്. MSW ഉണ്ട്, ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഇസ്ലാമിക് സ്റ്റഡീസ് ഉണ്ട്. കേരളത്തിൽ തന്നെ ഇസ്ലാമിക് സ്റ്റഡീസ് പഠിപ്പിക്കുന്ന ഏക കോളേജും ഇത് ഫറൂഖ് സാഫി മാത്രമാണ്. അപ്പോൾ അന്താരാഷ്ട്ര ഒരു മേളയിൽ എങ്ങനെയാണ് നമ്മുടെ കോളേജിനോടുള്ള പ്രതികരണമൊക്കെ? പ്രതികരണം വളരെ നല്ല രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. കോളേജിലെ പ്രത്യേകിച്ചും ചില കോഴ്സുകളുടെ സ്പെഷ്യാലിറ്റീസ് ഈ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. മെറിറ്റ് അഡ്മിഷൻ ആണെങ്കിലും മാനേജ്മെൻറ്റ് അഡ്മിഷൻ ആണെങ്കിലും അതേപോലെ NRE കോട്ടയാണെങ്കിൽ പോലും എല്ലാത്തിനും ഒരേ ഫീസ് മാത്രം മേടിക്കുന്ന, ക്യാപിറ്റേഷനോ ഡൊണേഷനോ മേടിക്കാത്ത രീതിയിലാണ് ഇത് ഇൻസ്റ്റിറ്റ്യൂഷൻ നടന്നു പോകുന്നത്. 4 ദിവസത്തെ മേള നാളെയാണ് സമാപിക്കുന്നത്. അക്ഷയ് പേരാവൂരിനൊപ്പം ഷിനു ഷംസുദ്ദീൻ, മീഡിയ 1, ഷാർജ. കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പുതിയ വികസന പദ്ധതികൾക്ക് തുടക്കം. ഒക്ടോബർ 30-ന് 3ാമത്തെ റൺവേയും പുതിയ എയർ ട്രാഫിക് കൺട്രോൾ ടവറും ഉദ്ഘാടനം ചെയ്യുമെന്ന് DGCA അറിയിച്ചു. 4.4 കിലോമീറ്റർ നീളമുള്ള പുതിയ റൺവേ ലോകത്തിലെ മികച്ച റൺവേകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. പുതിയ കൺട്രോൾ ടവർ ആധുനിക സംവിധാനങ്ങളാൽ സജ്ജമാണെന്നും പ്രതിവർഷം 6 ലക്ഷത്തിലധികം ടേക്ക് ഓഫുകളും ലാൻഡിംഗുകളും കൈകാര്യം ചെയ്യാനുമാകും. 9 മാസം ഗർഭിണിയായ മലയാളി യുവതി അജ്മാനിൽ അമിത രക്തസമ്മർദ്ദത്തെ തുടർന്ന് കുഴഞ്ഞു വീണ് മരിച്ചു. പട്ടാമ്പി വല്ലപ്പുഴ ഇബ്രാഹിമിന്റെ മകൾ അസീബയാണ് മരിച്ചത്. താമസ സ്ഥലത്ത് കുഴഞ്ഞു വീണ അസീബയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മാതാവിനെയും കുഞ്ഞിനെയും രക്ഷിക്കാനായില്ല. മൃതദേഹം നാളെ ദുബൈ സോനാപൂർ ഖബർസ്ഥാനിൽ ഖബറടക്കുമെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ഗൾഫിലെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ പരിശോധിക്കാം. നോർക്ക സേവനങ്ങളുടെ രജിസ്ട്രേഷൻ ക്യാമ്പുമായി സൗദി എറണാകുളം എക്സ്പാട്രിയേറ്റ്സ് ഫെഡറേഷൻ. ID കാർഡ്, പ്രവാസി ക്ഷേമനിധി, ഡോർക്കാക്കെ രജിസ്ട്രേഷൻ സേവനങ്ങൾ. ഒമാൻ റൂബി മലയാളി അസോസിയേഷന്റെ RMA കേരളീയം പുരസ്കാരം നിർമ്മാതാവ് സലിം മുതുവമ്മല്ല. പുരസ്കാരം ചലച്ചിത്ര മേഖലയിലെ സംഭാവനകൾക്ക്. ഇൻകാസ് ഖത്തർ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്ക് പുതിയ നേതൃത്വം. മുനീർ പള്ളിക്കൽ പ്രസിഡന്റ്, ശങ്കർ സാരസംഗൻ ജനറൽ സെക്രട്ടറി. 10ാം വർഷം മെഗാ ഇവന്റ് പ്രഖ്യാപിച്ച NRI അസോസിയേഷൻ. കല്യാണത്തലേന്ന് എന്ന പേരിട്ട പരിപാടി നവംബർ 28-ന്. ബഹ്റൈൻ ക്രിക്കറ്റ് ഫെഡറേഷൻ BSF ഇന്റർ സ്കൂൾ കപ്പ് ജേതാക്കളായ ബഹ്റൈൻ ഇന്ത്യൻ സ്കൂളിന് ആദരം. ആദരിച്ചത് ഇന്ത്യൻ സ്കൂൾ ഭരണസമിതി. പൃഥ്വിരാജിന്റെ പിറന്നാളിനോടനുബന്ധിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പുമായി ബഹ്റൈൻ പൃഥ്വിരാജ് അസോസിയേഷൻ. ക്യാമ്പ് ഒക്ടോബർ 17-ന്. ജിദ്ദയിൽ മലബാർ അടുക്കള വാർഷികവും ഓണാഘോഷവും. മത്സരവിജയികൾക്ക് ചടങ്ങിൽ ആദരം. ആയിരത്തി 400 വർഷം പഴക്കമുള്ള ഒരു പള്ളി സൗദിയിലെ ജിദ്ദയിലുണ്ട്. ഖലീഫ ഉമറിന്റെ കാലത്ത് നിർമ്മിച്ച ഈ പള്ളി പിന്നീട് അറിയപ്പെട്ടത് മസ്ജിദ് ഷാഫി എന്ന പേരിലാണ്. ഇന്ത്യയിൽ നിന്നും വിദഗ്ധരെത്തിയാണ് ഇതിന്റെ നിർമ്മാണം നൂറ്റാണ്ടുകൾക്ക് മുൻപ് പൂർത്തിയാക്കിയത്. വലതിലെ ആ പള്ളിയുടെ കഥ കാണാം. സൗദിയിലെ എല്ലാവർക്കും പ്രിയപ്പെട്ട പുരാതന പ്രദേശമാണ് ജിദ്ദയിലെ ബലദ്. പണ്ട് മക്കയിലുള്ളവർ കപ്പലിറങ്ങിയത് ബലദിലാണ്, അതായത് മക്കയുടെ പ്രവേശന കവാടം. ഇവിടെയാണ് മസ്ജിദ് ഷാഫഈ നിലകൊള്ളുന്നത്. ഉമർ ഖലീഫയുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ് പള്ളിയെന്ന് കരുതുന്നു. പിന്നീട് പുനർനിർമ്മിച്ചപ്പോഴാണ് മസ്ജിദ് ഷാഫഈ എന്ന് പേര് ലഭിച്ചത്. യുനെസ്കോ പൈതൃക പ്രദേശമായ ബലദിന്റെ അകത്താണ് സ്ഥാനം. ഈ പള്ളി പുനരുദ്ധാരണം നടത്തിയത് ഇപ്പോൾ അബ്ദുള്ള രാജാവിൻ്റെ കാലഘട്ടത്തിലാണ്. അതിനുശേഷം ഇവിടെ ജിദ്ദ യുനെസ്കോ പൈതൃക പട്ടികയിൽ തിരഞ്ഞെടുക്കുകയും
ജിദ്ദ ഒരു ഹിസ്റ്റോറിക്കൽ നഗരമാവുകയും ചെയ്തപ്പോൾ കണ്ടമാനം ആളുകൾ ഈ പള്ളി ഇപ്പോഴും സന്ദർശകരായിട്ട് വരുന്നുണ്ട്. എല്ലാ നമസ്കാര സമയവും ഈ പള്ളി തുറന്നു നിൽക്കുകയും സന്ദർശകരെല്ലാം വന്ന് സന്ദർശനം നടത്തുകയും. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ വിവിധ വായനകളാണ് മദ്ഹബുകൾ. ഇതിലെ പ്രധാന പണ്ഡിതനാണ് ഇമാം ഷാഫിഈ. ഷാഫിഈ മദ്ഹബിന്റെ ജിദ്ദയിലെ പ്രധാന പഠന കേന്ദ്രം കൂടിയായിരുന്നു ഇത്. അതാണ് പുനർനിർമ്മിച്ചപ്പോൾ ആ പേര് വന്നത്. ഷാഫി മദ്ഹബുകാരനായ മുഗഫർ രാജാവ് ഈ പള്ളി പുനർനിർമ്മിക്കുകയുണ്ടായി. അതിൻ്റെ പേരിലാണ് ഈ മസ്ജിദ് ഇമാം ഷാഫിക്ക് ഇമാം ഷാഫി മസ്ജിദ് എന്ന് പേര് വരാനുണ്ടായ കാരണം. ഇസ്ലാമിക നിർമ്മിതിയിലെ ഏറ്റവും അറിയപ്പെട്ട നിർമ്മാണ ശൈലിയാണ് ഫാത്തിമി. ആ ശൈലിയിലെ മനോഹാരിതയ്ക്ക് പിറകിൽ ഇന്ത്യക്കാരുടെ കയ്യൊപ്പുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള തടികൾ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് വാതിലുകളും മേൽക്കൂരയും. ഇതിനായി ഇന്ത്യയിൽ നിന്നുള്ള വിദഗ്ധർ പുനർനിർമ്മാണത്തിൽ പങ്കാളികളായിട്ടുണ്ട്. ഇതിൽ ഇന്ത്യൻ നിർമ്മിത കലാവിദ്യ നിർമ്മിച്ചാണ് ഇതിൻ്റെ വാതിലുകൾ നിർമ്മിച്ചത് എന്ന് ഇതിൻ്റെ നിർമ്മാണത്തിലെ വൈദഗ്ധ്യം നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്. ഇന്ത്യൻ നിർമ്മിത കലയാണ് ഇതിൻ്റെ വാതിലുകൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ചത് എന്ന്. അതുപോലെ തന്നെ ഇതിൻ്റെ നിർമ്മാണ ശൈലിയാണ് ഇതിൻ്റെ പ്രത്യേകത. ഇവിടെ ജിദ്ദയിൽ സാധാരണഗതിയിൽ അറബ് രാജ്യങ്ങളിൽ കാണാത്ത രീതിയിലുള്ള ഒരു നിർമ്മാണമാണ്. ചുറ്റുഭാഗം നാലുകെട്ടുകളുള്ള നടുക്ക് ഒരു നാലുകെട്ടുള്ള ഒരു രീതിയാണ് ഇതിന് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. റമദാനിൽ ഇവിടം സജീവമാകും. സാധാരണ സമയങ്ങളിൽ അത്ര തിരക്കുണ്ടാകില്ല. ഖുർആൻ പഠന കേന്ദ്രമായും പള്ളി ഇന്നും നിലനിൽക്കുന്നു. പള്ളിയുടെ കീഴെ പുരാതന പള്ളിയുടെ ഭാഗങ്ങൾ ഇന്നുമുണ്ട്. ചരിത്രം കൊണ്ട് സമ്പന്നമാണ് ബലദ്. അതിന് അലങ്കാരമായി നിൽക്കുകയാണ് ഈ പള്ളി. ബലദിൽ നിന്നും സാബിത് സലീം, മീഡിയ 1. ഒമാനിൽ അവീസൻ ഫാർമസിയുടെ പുതിയ ഷോറൂം മസ്കത്തിലെ അവന്യൂസ് മാളിൽ തുറന്നു. ഒമാനിൽ ഉടനീളം 40-ലേറെ ശാഖകളാണ് അവീസൻ ഫാർമസിക്കുള്ളത്. കുറഞ്ഞ ചെലവിൽ സാധാരണക്കാർക്ക് ആരോഗ്യ സേവനങ്ങൾ ഒരുക്കുകയാണ് ഓരോ പുതിയ ഔട്ട്ലെറ്റുകളിലൂടെയും ലക്ഷ്യമിടുന്നതെന്ന് മാനേജ്മെന്റ് പറഞ്ഞു. ഒമാനിലുടനീളം 40-ലേറെ ശാഖകളുള്ള അവിസൺ ഫാർമസി അവരുടെ സേവനങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കുകയാണ്. മസ്കത്തിലെ അവന്യൂസ് മാളിൽ ഐക്യക്ക് സമീപം ആരംഭിച്ച പുതിയ ഔട്ട്ലെറ്റ് പ്രമുഖ വ്യവസായിയും ഒമാൻ KMCC പ്രസിഡന്റുമായ റയീസ് അഹമ്മദാണ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. അവിസൺ മാനേജിംഗ് ഡയറക്ടർ നിസാർ എടുത്തുംജാലിൽ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷബീർ അലി കൊന്നാല, ഡയറക്ടർ സക്രിയ ചെറുകുന്നോൻ, ജനറൽ മാനേജർ ബിനു എന്നിവരും ഒമാനിലെ മറ്റു പൗരപ്രമുഖരും ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. അവിസൺ ഫാർമസി രോഗചികിത്സയേക്കാൾ ആരോഗ്യ സംരക്ഷണത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നതെന്നും സ്വദേശികളുടെയും വിദേശികളുടെയും മികച്ച ഹെൽത്ത് പാർട്ണറാകുന്നതിൽ സന്തോഷമുണ്ടെന്നും മാനേജ്മെന്റ് ഭാരവാഹികൾ പറഞ്ഞു. അവിസൺ ഫാർമസി എൻവിഷനിങ് വെൽനസ് എന്നുള്ള ടാഗ് ലൈനിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ആളുകൾക്കും പൂർണ്ണമായിട്ടുള്ള ഒരു വെൽബീയിങ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഏറ്റവും ക്വാളിറ്റി പ്രോഡക്റ്റുകൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ആക്സസിബിൾ ആകുന്ന ലൊക്കേഷനുകളിൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അവിസൺ ഫാർമസി ഉള്ളത്. ഒമാനിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നമ്മൾ ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 8ഓളം ബ്രാഞ്ചുകൾ പുതിയതായിട്ട് തുറക്കാൻ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ ഈ വർഷം തന്നെ നമ്മൾ പുതിയ 8 ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. കുറഞ്ഞ ചെലവിൽ മികച്ച ആരോഗ്യ സേവനങ്ങളും മരുന്നുകളും നൽകി പ്രാദേശിക സമൂഹത്തെ സേവിക്കുകയാണ് ഈ ഔട്ട്ലെറ്റിന്റെയും ലക്ഷ്യം. ഭാവിയിൽ ഒമാന്റെ മറ്റു ഭാഗങ്ങളിലും ഷോപ്പുകൾ തുറക്കാൻ പദ്ധതിയുണ്ടെന്നും അവിസൺ അധികൃതർ കൂട്ടിച്ചേർത്തു. മീഡിയ 1 മസ്കത്ത്. ഖത്തർ ഇന്ത്യൻ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ കലാഞ്ജലിയുടെ 5ാം എഡിഷൻ പ്രഖ്യാപിച്ചു. ഒക്ടോബർ 26 മുതൽ 29 വരെയാണ് ഫെസ്റ്റിവൽ. നവംബർ 1 സമാപന സമ്മേളനം നടക്കും.
ഖത്തറിലെ 20 സ്കൂളുകളിൽ നിന്ന് 10,000-ഓളം വിദ്യാർത്ഥികൾ കലാമേളയിൽ മാറ്റുരയ്ക്കും. സബ് ജൂനിയർ, ജൂനിയർ, ഇന്റർമീഡിയറ്റ്, സീനിയർ വിഭാഗങ്ങളിലായി 219 മത്സര ഇനങ്ങളാണുള്ളത്. അബു ഹമൂറിലെ ഐഡിയൽ ഇന്ത്യൻ സ്കൂൾ ക്യാമ്പസിൽ 4 വേദികളിലാണ് ഫെസ്റ്റിവൽ. മേളയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നതായി സംഘാടകർ പറഞ്ഞു. A big stage, like the open ground of Ideal Indian School with all professional setups and everything, lighting, sound, everything. ഫെസ്റ്റിവൽ പോസ്റ്ററും പ്രൊമോഷൻ വീഡിയോയും വാർത്താസമ്മേളനത്തിൽ പ്രകാശനം ചെയ്തു. കലാഞ്ജലി ചെയർമാൻ ഡോക്ടർ ഹസൻ കുഞ്ഞി, പ്രസിഡന്റ് ബിനുകുമാർ, ജനറൽ സെക്രട്ടറി അൻവർ ഹുസൈൻ, ഐഡിയൽ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ഷെയ്ഖ് ഷമീം സാഹിബ്, കമ്മ്യൂണിറ്റി നേതാക്കളായ ഷാനവാസ് ടി ബാവ, അബ്ദുറഹ്മാൻ ഇ പി, എബ്രഹാം കെ ജോസഫ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മീഡിയ 1 ദോഹ.